ഹരികൃഷ്ണ. നമുക്കിന്ന് ഭസ്മാസുരവധം കേൾക്കാം. വിഷ്ണു ഭഗവാനാണ് ഭസ്മാസുരനെ വധിക്കുന്നത്. പരമശിവൻ്റെ ഭസ്മധൂളിയിൽ നിന്ന് ജന്മം കൊണ്ട ഒരു അസുരനാണ് ഭസ്മാസുരൻ. വളരെ കാലമായി ഭസ്മാസുരൻ ശിവനെ തന്നെ ഭജിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായുള്ള ഭസ്മാസുരൻ്റെ ആരാധനയിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ ഭസ്മാസുരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്തു വരമാണ് വേണ്ടത് എന്ന് ഭസ്മാസുരനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്നും ജനിച്ചവനാണ്. കൂടാതെ അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ വസിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള എനിക്ക് ഇതിൽ കവിഞ്ഞ് മറ്റൊരു വരത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കാനായ എനിക്ക് ഈ ഇഹലോകത്തിലും പരലോകത്തിലും മറ്റെന്ത് പുണ്യമാണ് വേണ്ടത്? എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞല്ലോ, അതുമാത്രം മതി എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ പരമശിവൻ അവന് എന്തെങ്കിലും വരം ആവശ്യപ്പെടാൻ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഭസ്മാസുരൻ കുറേ ആലോചിച്ചു. അതിനുശേഷം പറഞ്ഞു, ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അയാൾ ഉടൻ തന്നെ ഭസ്മമായി മാറണം എന്നുള്ള വരമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ശിവഭഗവാൻ മറ്റൊന്നും നോക്കാതെ ആ വരം നൽകി. അപ്പോൾ ഭസ്മാസുരന് ഒരു സംശയം വന്നു. പരമശിവൻ നൽകിയ വരം ശരിക്കുമുള്ളതായിരിക്കുമോ? താൻ ഒരാളുടെ തലയിൽ കൈവച്ചാൽ അയാൾ ഭസ്മമായി മാറുമോ? ഇനി ശിവഭഗവാൻ തന്നെ പരീക്ഷിക്കുകയായിരിക്കുമോ? ഇങ്ങനെയൊക്കെയായിരുന്നു ഭസ്മാസുരൻ്റെ സംശയം. അങ്ങനെ സംശയം തോന്നിയ ഭസ്മാസുരൻ തനിക്കു ചുറ്റുപാടും ഒന്ന് നോക്കി. എന്തിനു വേണ്ടിയായിരിക്കും ഭസ്മാസുരൻ ചുറ്റുപാടും നോക്കിയത്? തനിക്ക് കിട്ടിയ വരം പരീക്ഷിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നാണ് അയാൾ നോക്കിയത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ കൈവച്ച് നോക്കാമല്ലോ എന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. പക്ഷേ അവിടെ അടുത്തൊന്നും ആരെയും കണ്ടില്ല. അപ്പോഴാണ് ഭസ്മാസുരന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഭഗവാനാണല്ലോ തനിക്ക് ഈ വരം തന്നത്. അപ്പോൾ ഭഗവാനിൽ തന്നെ അത് പരീക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഭസ്മാസുരന് തോന്നി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഭസ്മാസുരൻ ഭഗവാന്റെ തലയിൽ തന്നെ ഈ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. എന്നിട്ട് ഭസ്മാസുരൻ ഭഗവാനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് തന്ന ഈ വരം ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് അറിയണം. ഇനി അങ്ങ് തന്നെ പറ്റിക്കുകയായിരിക്കുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വരം അങ്ങയുടെ തലയിൽ തന്നെ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞ് ഭഗവാന്റെ തലയിൽ തൊടാൻ ഒരുമ്പെട്ടു. ഭസ്മാസുരൻ തൻ്റെ തലയിൽ തൊട്ടാൽ താൻ ഭസ്മമായി പോകും എന്ന് അറിയാവുന്ന ഭഗവാൻ പേടിച്ച് ഓടാൻ തുടങ്ങി. ഭഗവാൻ അറിയാമല്ലോ താൻ കൊടുത്ത വരം സത്യം തന്നെയാണെന്ന്. ഭഗവാൻ ഒരിക്കലും വിചാരിച്ചില്ല ഭസ്മാസുരൻ അത് തനിക്കു നേരെ തന്നെ പ്രയോഗിക്കും എന്നത്. അങ്ങനെ ഓടാൻ തുടങ്ങിയ ഭഗവാൻ ഓടുന്നതിനിടയിൽ ഭസ്മാസുരനിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഉപായവും ആലോചിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഭഗവാൻ പരമശിവൻ നേരെ വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്കാണ് ഓടിയത്.
ശിവഭഗവാൻ അറിയാം ഇതിന് പരിഹാരം കാണാൻ വിഷ്ണു ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. വിഷ്ണു ഭഗവാനെ കണ്ടാൽ എന്തെങ്കിലും ഒരു ഉപായം ഭഗവാൻ വിഷ്ണു കണ്ടെത്തും എന്ന് ഉറപ്പുള്ള ശിവഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അല്ലയോ വിഷ്ണു ഭഗവാനെ, ആ ഭസ്മാസുരൻ എൻ്റെ പിന്നാലെയുണ്ട്. ഞാൻ ഒരു മഠേത്തരം കാണിച്ചു. അവന് ഞാൻ ഒരു വരം നൽകി. അവൻ ആരെ തൊട്ടാലും അയാൾ ഭസ്മമായി തീരും എന്ന വരം. ആ വരം കിട്ടിയ ഉടനെ അവൻ അത് എൻ്റെ തലയിൽ പരീക്ഷിക്കാൻ എന്നെ ഇട്ട് ഓടിക്കുകയാണ്. എനിക്ക് അവനെ തടയാനാവുന്നില്ല. അങ്ങ് എനിക്ക് രക്ഷ നൽകിയാലും. വിഷ്ണു ഭഗവാൻ നോക്കുമ്പോൾ അതാ ഭസ്മാസുരൻ ശിവന്റെ പിന്നാലെ തന്നെയുണ്ട്. വിഷ്ണു ഭഗവാന് അറിയാം അവൻ വലിയ അഹങ്കാരിയായിരിക്കുകയാണ്. അവനെ വധിക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവൻ ലോകം തന്നെ നശിപ്പിച്ചു കളയും. ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ എന്തു ചെയ്തെന്നോ? ഭഗവാൻ ഉടനെ തന്നെ അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപം പ്രാപിച്ചു. എന്നിട്ട് ഭസ്മാസുരനെയും കാത്തിരുന്നു. അങ്ങനെ മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൻ്റെ അടുത്തെത്തിയ ഭസ്മാസുരൻ ആ സുന്ദരിയായ മോഹിനിയെ കണ്ടപ്പോൾ സ്വയം മറന്ന് നോക്കി നിന്നുപോയി. അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശമൊക്കെ മറന്ന് മോഹിനിയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ മോഹിനിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു, ദേവി, നീ ആരാണ്? എൻ്റെ മനസ്സ് കീഴടക്കിയ വിശ്വമോഹിനിയാണ് നീ. നിനക്ക് എൻ്റെ ഭാര്യ പദവി അലങ്കരിക്കാൻ സാധിക്കുമോ? അപ്പോൾ മോഹിനി പറഞ്ഞു, എനിക്ക് നൃത്തം വലിയ ഇഷ്ടമാണ്. അങ്ങുകൂടി ഞാൻ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നൃത്തം ചെയ്യണം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഞാൻ കാണിക്കുന്ന മുദ്രകളൊക്കെ തെറ്റാതെ ചെയ്താൽ എനിക്ക് അങ്ങയെ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. അങ്ങയ്ക്ക് നൃത്തം ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയണമല്ലോ. അങ്ങ് മുദ്രകൾ തെറ്റിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയാവില്ല. ഇത് കേട്ട ഭസ്മാസുരൻ ഒക്കെ സമ്മതിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. മോഹിനി ചെയ്യുന്ന ചുവടുകളൊക്കെ ചെയ്തു. ഒടുവിൽ തന്ത്രപൂർവം മോഹിനി വിരൽ കൊണ്ട് തലയിൽ തൊടുന്ന ഒരു ചുവട് കാണിച്ചപ്പോൾ ഭസ്മാസുരൻ മറ്റൊന്നും ഓർക്കാതെ തൻ്റെ വിരൽ കൊണ്ട് സ്വന്തം തലയിൽ വെച്ചു. പിന്നത്തെ കാര്യം പറയാനില്ലല്ലോ. ഭസ്മാസുരൻ അപ്പോൾ തന്നെ ഒരു പിടി ചാരമായി മാറി. ഇതൊക്കെ കണ്ടുനിന്ന ശിവനും മറ്റു ദേവന്മാരും വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഭസ്മാസുര വധവും നടത്തി. ഹരേ കൃഷ്ണ.